സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പായിട്ട് ഒരു സമവായ ചർച്ചകൾ ഉണ്ടാകുമോ? സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിന് മുമ്പായിട്ടുള്ള സമവായ ചർച്ചകൾ നടക്കുമോ? അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. സിൻഡിക്കേറ്റ് ചേരുന്നതിന് മുമ്പ് ഇനിയും ചിലപ്പോൾ ചർച്ചയൊക്കെ നടത്തേണ്ടി വന്നേക്കാം. നമുക്ക് പ്രശ്ന പരിഹാരമാണല്ലോ ലക്ഷ്യം. വൈസ് ചാൻസലർ ഏതെങ്കിലും തരത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിനോട് അനുഭാവം കാണിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ആദ്യഘട്ട ചർച്ചയിൽ അദ്ദേഹം അനുഭാവം തന്നെ കാണിച്ചിട്ടുള്ളൂ. സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാലോ, നിയമത്തിൽ പറയണതാണല്ലോ. സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അനിൽകുമാർ. സിൻഡിക്കേറ്റ് വിളിക്കാൻ അദ്ദേഹം തയ്യാറാണ്. സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഇപ്പൊ ഈ നടപടി മിനിസ്റ്ററായിട്ടുള്ള ചർച്ചയിൽ തീരുമാനമായോ? ഇത് അംഗീകരിക്കാൻ അനിൽകുമാറിനെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാവുന്നുണ്ടോ? അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു വരികയാണ്. അത് മുഴുവനാകുമ്പോ അത് പറയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ പറയാവുന്ന വിധത്തിലേക്കൊന്നും ആയിട്ടില്ല. ഞാൻ 2 കക്ഷികളോടും സംസാരിച്ചു. അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി, അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കി. നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയേ നമുക്ക് നിൽക്കാൻ സാധിക്കൂ. അതെല്ലാവരും അംഗീകരിച്ചു പോണം. അതാണ് അതിന്റെ പ്രശ്നം. ഇക്കാര്യത്തിൽ 2 കൂട്ടരുടെയും വിരുദ്ധമായ അഭിപ്രായങ്ങളാണ്. ഒന്ന് VC പറയുന്നത് തനിക്ക് എല്ലാ അധികാരമുണ്ടെന്ന്. നിങ്ങൾ വേവലാതിപ്പെടണ്ടാന്നേ. നമുക്ക് ഞാനൊരു ശ്രമം നടത്തല്ലേ, നോക്കാം. താറുമാറായതൊന്നും അങ്ങനെ താറുമാറാനൊന്നും പറ്റില്ല. അതാണല്ലോ VCയെ വിളിച്ചു വരുത്തിയത്. VC വന്നല്ലോ, 1 മാസമൊന്നും ആയിട്ടില്ല. VC പോയിട്ടാണ് 21 ദിവസം എന്ന് പറയുന്നത്. അദ്ദേഹം വിദേശയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിടിവാശി ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹവും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന നിലപാടാണ് മുന്നോട്ട് വെച്ചത്. SFI ഉയർത്തിക്കൊള്ളുന്ന വലിയൊരു സമര പോരാട്ടമുണ്ട്. നിരവധി സഖാക്കള് ജയിലിലായി. സർക്കാർ ഇങ്ങനെ ഒരു സമവായത്തിലെത്തുമ്പോൾ ഇത് വേറൊരു തരത്തിലൊരു ചർച്ചയിലേക്ക് വരികയാണ്. സർക്കാർ മുട്ടുമടക്കുന്ന ഒരു ആംഗിളിലേക്ക് കാര്യങ്ങൾ മാറും. ഇത് സർക്കാർ മുട്ടുമടക്കലൊന്നല്ല. നിങ്ങൾക്ക് പിന്നെ സർവകലാശാല ഇങ്ങനെ കത്തിയരിഞ്ഞ് നിൽക്കണമെന്നായിരിക്കും താല്പര്യം. എന്തായാലും SFIക്കാര് വളരെ നല്ല പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ കാഴ്ചവെച്ചു. അത് അവര് ശരിയുടെ പക്ഷത്ത് തന്നെ നിന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. സമരം അത് കഴിഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ സർവകലാശാലയിൽ പഠന പ്രവർത്തനങ്ങൾ സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണം. അതിന് കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ മികച്ച റാങ്കിങ്ങും എല്ലാം നേടിയിട്ടുള്ള സർവകലാശാലയാണ്. കുട്ടികൾക്കാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായിട്ട് നടക്കണം. അത് വിദ്യാർത്ഥികളുടെ ആവശ്യമാണല്ലോ. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പം എല്ലാവർക്കും മനസ്സിലായി. ഈ പ്രശ്നത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള നിലപാടുകൾ മനസ്സിലായി. ആ നിലപാടുകളിൽ ആർക്കാണ് തകരാറെന്നൊക്കെ ഉള്ളത് ഏതാണ്ടൊക്കെ ജനസമൂഹത്തിന് മനസ്സിലായി. അപ്പോൾ ഇനിയത്തെ ഘട്ടത്തിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു വിശാല താല്പര്യത്തെ മുൻനിർത്തി സമാധാനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ക്യാമ്പസിൽ നടത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ നോക്കിയിട്ടുള്ളത്. അതൊക്കെ കുറെ പ്രാവശ്യം പറഞ്ഞതല്ലേ. അങ്ങനെയാണെങ്കിൽ VCക്ക് ഈ വിഷയത്തിൽ പിടിവാശിയില്ല എന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർവകലാശാലയിൽ നടക്കുന്ന ഇത്തരം ബാലിശമായിട്ടുള്ള പിടിവാശി കാണാറുണ്ട്. ആ പിടിവാശിയെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെ പിടിവാശിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നെ കാണാൻ വന്നപ്പോ അങ്ങനെ ഒരു പിടിവാശി അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടില്ല. കാര്യങ്ങള് സെറ്റിൽ ചെയ്ത് പോണം എന്നുള്ള ഒരു സമീപനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. സിൻഡിക്കേറ്റ് അംഗങ്ങൾ മിനിസ്റ്റർ കണ്ടല്ലോ. ആ ഈ രജിസ്റ്റേർഡ് സസ്പെൻഷൻ കാര്യത്തിൽ VCയുടെ ഈ ഉത്തരവ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇനിയിപ്പോൾ അത് അംഗീകരിക്കുമോ? എങ്ങനെയാണ് മിനിസ്റ്ററുമായിട്ടുള്ള ചർച്ച? അവര് എന്ത് അഭിപ്രായമാണ് മുന്നോട്ട് വെച്ച ഈ കാര്യത്തിൽ? അവരും സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കണം, അത് പ്രശ്നം ചർച്ച ചെയ്യണം എന്നുള്ള നിലപാടാണ് അവര് ഉയർത്തിയിട്ടുള്ളത്. സസ്പെൻഷൻ ഉത്തരവിന്റെ കാര്യത്തിൽ അവരെന്താണ് ഇപ്പോൾ മിനിസ്റ്ററോട് ചർച്ചയിൽ ഇപ്പോൾ ഒരു സമവായത്തിന്റെ ഭാഗമായിട്ട് എന്ത് നിർദ്ദേശമാണ് മുന്നോട്ട് മിനിസ്റ്റർ എടുത്തത്? സിൻഡിക്കേറ്റ് വിളിക്കട്ടെ. സിൻഡിക്കേറ്റ് ചേർന്നാലല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. അപ്പല്ലേ പ്രശ്നം മൂർത്തമായ നിലയിൽ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ.
മറ്റൊരു കാര്യം ഇപ്പോ ആ സിൻഡിക്കേറ്റ് വിളിക്കാൻ സിൻഡിക്കേറ്റ് അംഗങ്ങളും വൈസ് ചാൻസലറും ഒരേ അഭിപ്രായത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സിൻഡിക്കേറ്റ് അടിയന്തരമായിട്ട് വിളിക്കും. ഈ സിൻഡിക്കേറ്റ് യോഗത്തില് ആരായിരിക്കും രജിസ്ട്രാറായിട്ട് പങ്കെടുക്കുക? അപ്പൊ രണ്ട് രജിസ്ട്രാർ ഉണ്ട്, ഒന്ന് അനിൽകുമാറുണ്ട്, ഒന്ന് സിൻഡിക്കേറ്റ് നേരത്തെ. അതൊക്കെ സിൻഡിക്കേറ്റ് വിളിക്കുമ്പോ അറിയാം. ഈ രണ്ടിലും ആരായിരിക്കും പങ്കെടുക്കുക? അതൊക്കെ ഇപ്പൊ തന്നെ എല്ലാരോടും വിളിച്ചു കൂടണമെന്നില്ലല്ലോ. സുതാര്യതയൊന്നും ആവശ്യമില്ല അതിന്. നടപടിക്രമങ്ങളിൽ നിയമം പാലിച്ചു പോയാൽ മതി. അതായത് ഞാനല്ല അത് പറയേണ്ടത്, രജിസ്ട്രാറിന്റെ ചുമതല ആരായിരിക്കണം എന്നൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ അതോറിറ്റിയാണ് തീരുമാനിക്കുക. ഇപ്പോ 1800ഓളം സർട്ടിഫിക്കറ്റിൽ നിന്ന് ഒപ്പിട്ടു എന്നാണ് VC പറഞ്ഞത്. ഇപ്പോ മിനി കാപ്പൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെല്ലാം വ്യാജമാണെന്നാണ് സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇപ്പൊ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അതിന്റെ ഒന്നാമത്തെ ഫേസ് ആയിട്ടുള്ളൂ. അതല്ല, ചർച്ചകളൊന്നുമില്ല. നമ്മള് സിൻഡിക്കേറ്റിന്റെ പ്രശ്നങ്ങളല്ല. അല്ല, ഇതുവരെ 1800 സർട്ടിഫിക്കറ്റ് ഒപ്പിട്ടു. ഈ ഒപ്പിട്ടതിൽ മിനി കാപ്പൻ അംഗീകരിച്ച സർട്ടിഫിക്കറ്റുകൾക്ക് വാലിഡിറ്റി ഉണ്ടാകുമോ ഇല്ലയോ, അത് വിദ്യാർത്ഥികളെ ദോഷമായി ബാധിക്കുമോ ഇല്ലയോ? മിനി കാപ്പൻ ഒപ്പിടുന്നില്ലല്ലോ സർട്ടിഫിക്കറ്റ്. മിനി കാപ്പൻ ഒപ്പിട്ട സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് VC. രജിസ്ട്രാർ KS അനിൽകുമാർ നോക്കിയ പരിശോധിച്ച ഫയലുകളൊന്നും തന്നെ പരിശോധിച്ചിട്ടില്ല എന്നാണ് VC കുറച്ചേരം മുന്നേ പറഞ്ഞത്. അതൊന്നും നിങ്ങൾ കണ്ടോ? മിനി കാപ്പൻ ഒപ്പിടുന്നില്ല സർട്ടിഫിക്കറ്റിലൊന്നും. മിനി കാപ്പൻ രജിസ്ട്രാർ അല്ലല്ലോ ഒപ്പിട, VC അല്ലേ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടുന്ന രീതിയിലാണ് ഫയലുകൾ പരിശോധിച്ചുകൊണ്ട് വൈസ് ചാൻസലർക്ക് നൽകിയത്. നമ്മുടെ ചോദ്യം ഇത്രേ ഉള്ളൂ, അത് വിദ്യാർത്ഥികളെ നാളെ ദോഷകരമായി വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റിൽ VC ആണ് ഒപ്പുവെക്കുക. പ്രിയപ്പെട്ട സഹോദര, വിദ്യാർത്ഥികളുടെ ആണെങ്കിലും മറ്റേത് സർട്ടിഫിക്കറ്റുകളാണെങ്കിലും രജിസ്ട്രാർ പരിശോധിച്ച ഫയലുകൾ മാത്രമാണ് VC ഇപ്പോൾ പരിശോധിച്ചിട്ടുള്ളത്. അത് മിനി കാപ്പൻ പരിശോധിച്ചിട്ടുള്ള ഫയലുകളാണെന്ന് ഇതിനോടകം VC തന്നെ രാവിലെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ ഫയലുകളിൽ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ നാളെ അവർക്ക് ദോഷകരമായി ബാധിക്കുമോ ഇല്ല എന്നാണ് ചോദ്യം. അതിനെപ്പറ്റി എന്തെങ്കിലും രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ദോഷകരമായിട്ടൊന്നും ബാധിക്കില്ല. അത് സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കുന്ന ആള് VC ആണ്. അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളപ്പോഴാണ് അദ്ദേഹം ഒപ്പിടുക. VCക്കാണ് അതിന്റെ ചുമതല. അതുപോലെ ഈ സിൻഡിക്കേറ്റ് യോഗത്തോടു കൂടി ഒരു പരിഹാരം എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതായത് ഒരു പ്രശ്നത്തുമ്പോ ആണല്ലോ ഈ വിവാദം ഉണ്ടാകുന്നത്. ആ പ്രശ്നം, അത് എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാവണല്ലോ. ആ പരിഹാരത്തിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇത്. അതിനുള്ള ചർച്ചകൾ ആരംഭിക്കുമ്പോഴേക്കും നിങ്ങളിങ്ങനെ വേവലാതിപ്പെട്ട് ഓടേണ്ട കാര്യമില്ല. സംഗതി ഒരു തീരത്തണയട്ടെ. അപ്പൊ ഞാനെല്ലാം വിശദമായിട്ട് പറയാം. ചർച്ചകൾ തുടങ്ങുമ്പോഴേക്കും നിങ്ങളിങ്ങനെ ആവേശഭരിതരായിട്ട് ഓടി വന്നാൽ എന്ത് ചെയ്യും? ഒരു തീർപ്പിലേക്ക് എത്തിക്കണ്ടേ നമുക്ക്? സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് കൂടാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാരിന്റെ നിലപാടിലോ അയവ് വന്നിട്ടുള്ള ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ ഒരു നിലപാടും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ. കാര്യങ്ങളിൽ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിൽ തന്നെയാണ് അന്നും ഇന്നും എന്നും നിൽക്കുക. മന്ത്രി പറയുന്നത് വ്യവസ്ഥാപിതമായ രേഖകൾ, നിയമം പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളൂ. ആ പറഞ്ഞതിലൊന്നും ഒരു കാര്യം, ഒരക്ഷരം പിൻവലിക്കാനില്ല. ഇതിൽ ഇന്നലെയും പറഞ്ഞത് തന്റെ ഉത്തരവാണ് ശരി, അതാണ് സർവകക്ഷി സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ളത്, ഞാൻ മാത്രമേ ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറയുന്നത്. താങ്കൾ പറയുന്നത് സിൻഡിക്കേറ്റ് സസ്പെൻഷൻ റദ്ദാക്കിയതാണ്, അത് നിയമവിധേയമാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞാനിപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞ സിൻഡിക്കേറ്റ് വിളിക്കാൻ പോവാണെന്നാ പറഞ്ഞ. വേറെന്തെങ്കിലും കാര്യം പറഞ്ഞോ? അപ്പൊ നിങ്ങൾ ആരും പരിഭ്രമിക്കണ്ട. ശരി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തായാലും മാധ്യമങ്ങൾ കാണുമ്പോൾ പറയുന്നത് VCക്ക് പിടിവാശിയില്ല, സർക്കാർ മുട്ടുമടക്കുകയില്ല, എന്തായാലും അടിയന്തരമായി തന്നെ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കുമെന്ന് പറയുന്നു. പക്ഷേ നിർണായകമായ ഒരു ചോദ്യത്തിന്, ആരായിരിക്കും രജിസ്ട്രാറായി യോഗത്തിൽ പങ്കെടുക്കുക എന്ന ചോദ്യത്തിന് എന്തായാലും ഉത്തരം നൽകാൻ മന്ത്രി ഇപ്പോഴും തയ്യാറല്ല. അതൊക്കെ സിൻഡിക്കേറ്റ് യോഗം നടക്കുമ്പോൾ അറിയാം എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. മാധ്യമങ്ങളെയാണ് വിമർശിക്കുന്നതും മന്ത്രി. കാരണം ഇതൊരു തീരത്തണയട്ടെ, അതുവരെ സഹിക്കൂ എന്നാണ് മാധ്യമങ്ങളോട് മന്ത്രി പറയുന്നത്.